ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഇത്ര നാൾ ഒരു ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇത്ര സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്? വൈ? ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു അവള്. ഇപ്പൊ attractive അല്ലേ ജയ്? കുടുംബങ്ങൾക്ക് കരയുന്ന സമയത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അതാണ് മെയിൻ സാധനം. ഫുഡാണ് മെയിൻ. കരയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബിഗ് ബോസിൽ കണ്ട പോലെയുള്ള കരച്ചിലൊന്നും റിയൽ ലൈഫിൽ ഇല്ല. നേരിട്ട് മാളിന് പോയി സംസാരിക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇതിനേക്കാളും ഇൻട്രോവേർട്ടാണ്. അപ്പം വാവേന്ന് വിളിക്കും, കുട്ടാന്ന് വിളിക്കും. ഇത് ഭയങ്കര ക്രിഞ്ചാവോ? അജയനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലല്ല, അന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ ചിലർ വിചാരിക്കല്ലോ ഭംഗി കണ്ടിട്ടാണോ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ. കാരണം അന്ന് ഞാൻ നോക്കിയത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു അന്ന് കാണാൻ. ഇപ്പൊ ആള് കണ്ടത് ഇയാളെ തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആദ്യമായിട്ട് അന്ന് അങ്ങനെയല്ല, ഞാൻ ചോദിച്ചു സിംഗിൾ ആണോ, അതൊരു പ്രപ്പോസൽ അങ്ങനെയൊന്നുമില്ല. ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ ബിഗ് ബോസ് പ്രപ്പോസ് ചെയ്താണ് ഒഫീഷ്യലി ഞങ്ങളെ പ്രപ്പോസിങ്. ഇവിടെ ഞാൻ പുറത്തിറങ്ങിയ ശേഷം എന്റെ ഒരു സാഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആരും കണ്ടില്ല. ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ച് നടക്കാന്ന് എല്ലാരും പറയുന്നുണ്ട്. അവിടെ ഇവ ഇല്ലാത്തതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വേറെ ഒരു ഹിന്ദി പാട്ടും കൂടെ പാടാറുണ്ട്, അതും കൂടെ ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹലോ, സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. അപ്പോൾ നമ്മുടെ സൈന സൗത്ത് പ്ലസിന്റെ ഓണാഘോഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതല്ല യഥാർത്ഥ ആഘോഷം. നമ്മളൊപ്പം ഇന്ന് ഓണം ആഘോഷിക്കാനായിട്ട് 2 വിശിഷ്ട അതിഥികൾ നമ്മളെ ജോയിൻ ചെയ്യുന്നുണ്ട്. സുന്ദരി, ഹാപ്പി ഓണം. അപ്പൊ 2 പേർക്കും ഐശ്വര്യമായിട്ട് അപ്പൊ ഓണാശംസകൾ. വെൽക്കം ടു നമ്മുടെ സൈന ഫാമിലി. നമുക്ക് പോവാം. ഇവിടെയാണ് ഞങ്ങളുടെ ക്രൂ മൊത്തം ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂക്കൾ ഇട്ടോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വടംവലി ഉറിയടി അല്ലേ? ഇവള് ബിഗ് ബോസിൽ കളിച്ചിട്ടുണ്ടല്ലോ. എന്താണ് വടംവലി ബിഗ് ബോസിൽ ചെയ്തിട്ടുണ്ട്. സാറില്ല, ഇവിടെ നമുക്ക് ജയിക്കണം. എങ്ങനെയാണ് ഇതേപോലുള്ള മത്സരങ്ങൾ നിത്യേന ജീവിതത്തിൽ നേരിടേണ്ടി വരാറുണ്ടോ ജയിക്ക്? വടംവലിയാണ് ഉദ്ദേശിച്ചത്. എന്ത് ഇതേപോലെയുള്ള മത്സര ചിന്തയോട് കൂടിയിട്ട് ഇല്ല, അത് അങ്ങനെ ഇല്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നോറ വന്നു എന്ന് അറിഞ്ഞത് തന്നെ നോറയുടെ ചിരി വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്രയേറെ നോറയെ ചിരിപ്പിക്കാനായിട്ട് എന്ത് കോമഡിയാണ് ജയ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അവിടെ ഇരിക്കാം. സോ നോറ ആൻഡ് ജയ്, വെൽക്കം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആദ്യമായിട്ടാണ് ഒരു കപ്പിളായിട്ട് വന്നൊരു ഇന്റർവ്യൂ തരുന്നത് അല്ലേ? ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ഇത്ര നാൾ ഒരു ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇത്ര സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഒരു പാർട്ട്ണർ ഉണ്ട്, സ്റ്റിൽ വൈ? അത് ഇന്നോടുള്ള ചോദ്യമാണോ? അത് ആൾക്കൊരു കംഫർട്ട് വരണേന്ന്, ഐ മീൻ മീഡിയാസിന്റെ മുമ്പിലേക്ക് വരാൻ. ലൈക്ക് എല്ലാവർക്കും എന്താ പറയാ, ചിലർ എക്സ്ട്രോവേർട്ട് ആണ്, ഇൻട്രോവേർട്ട് ആണ്, ചിലർക്ക് എല്ലാ സറൗണ്ടിങ്ങിലും കംഫർട്ട് കിട്ടണം എന്നില്ലല്ലോ. സോ ആളുടെ കംഫർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ജയ് ഇപ്പൊ കംഫർട്ടബിൾ ആയോ ജയ്? ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ മീഡിയാസിനൊക്കെ ഫേസ്? ഇപ്പൊ ഋഷിയുടെ കല്യാണത്തിനൊക്കെ വന്നിട്ട് 2 ആളെയും നമ്മൾ ഒന്നിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറയൂ, എങ്ങനെയുണ്ട് ഇപ്പം ഒപ്പം ഇറങ്ങിയിട്ട്? അടിപൊളിയായിരുന്നു. ആദ്യം നമുക്കൊരു ക്യാമറനെ ഫേസ് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ ഇവള് ബിഗ് ബോസിന് ഇറങ്ങിയ സമയം തൊട്ട് മീഡിയക്കാരനാണ് ഇവിടെ പോയാലും. നമ്മൾ മാളിലൊരു മൂവിക്ക് പോകുന്ന സമയത്തൊക്കെ അങ്ങനെ പിന്നെ അത് യൂസ്ഡ് ആയി. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് ആണ് ഒരു തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മള് ചില സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ എന്താണ് എല്ലാരും ചോദിക്കുന്ന ചോദ്യം? എന്നാ കല്യാണത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ചോദിക്കാറ്. ഓക്കെ, അപ്പൊ നോറ അതിന് ഫൈനലി ഒരു ഉത്തരമായിട്ടാണോ ഇപ്പം ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്താന്നുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നതല്ല? ഐ മീൻ അതിന് ആൻസർ കിട്ടാത്തോണ്ടല്ലോ വരാതിരുന്നത്. ലൈക്ക് ക്യാമറ മുന്നിൽ ആദ്യം ശീലമുള്ള കാര്യമല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇങ്ങനെ പെട്ടെന്ന് ആളുകൾ കൂടുന്നതാക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊന്നത് അഡാപ്റ്റ് ആയി വരാൻ ടൈം എടുത്ത്. പിന്നെ ഞാൻ ആദ്യം കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തോണ്ട് എനിക്ക് പിന്നെ കുറച്ച് ഇയേഴ്സ് ആയിട്ട് ഒരു ഇതുണ്ട്. ആൾക്ക് തീരെ അതും ഇല്ലല്ലോ. പിന്നെ ഒരു 3 മാസം ക്യാമറയുടെ മുമ്പ് തന്നെ 24/7
അതുകൊണ്ട് ആ ക്യാമറ ഷേക്ക് മാറിയെന്നല്ലേ? ഓക്കെ. അപ്പൊ ആക്ച്വലി ജെയിനെ ഇന്റർവ്യൂലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ എന്നൊരു ചോദ്യം, നോറേനെ എങ്ങനെയാണ് ജയ് ഇത്ര ഇതായിട്ട് കൂടെ? നോറ ഭയങ്കര ടാൻട്രം ഉള്ള ഒരാളല്ലേ, അപ്പൊ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ നോക്കണമല്ലോ, നോക്കണ്ടേ നോറേനെ? അത് ഫണ്ണല്ലേ? ഫണ്ണാണ്. ഓക്കെ. ഇത്ര സംസാരിക്കുള്ളൂ ജയ്? അങ്ങനല്ല, ഇപ്പൊ ഇത്രയും സംസാരിക്കുന്നില്ലേ എന്നൊക്കെ ആലോചിക്കുന്നത്. ആണോ? ക്യാമറക്ക് ബാക്കിൽ സംസാരിക്കും, ക്യാമറക്ക് മുമ്പിലാവുമ്പം ചെറിയൊരു കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട് ആളായതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പൊ നോറ എങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ കണ്ട പോലെ തന്നെയാണോ? ശരി, അതുപോലെ തന്നെയാണ്. ഞങ്ങളൊരു 5 years ഒക്കെ ആയിട്ട് അറിയാം, 5 അല്ല 6 years ആയിട്ട് അറിയാം. ഓക്കെ. അപ്പൊ റിലേഷൻഷിപ്പ് പ്രോപ്പർലി ഒരു കമ്മിറ്റഡ് ആയിട്ട് 2017 തൊട്ടിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഇപ്പം ഒരു 2020 തൊട്ടിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് പറയാം. ഓക്കെ. എവറിത്തിങ് ഗോയിങ് ഗുഡ്. അടിപൊളി. അപ്പൊ ആളെങ്ങനെയാണ്? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരുമ്പോ പെട്ടെന്ന് കരയണ പോലെ സ്വഭാവമാണോ? ഭയങ്കര സെൻസിറ്റീവ് ആണ്, പിന്നെ ഭയങ്കര ജെന്യൂൻ ആണ്. ഇതാണ് 2 ക്വാളിറ്റീസ് ആയിട്ട് പറയാനുള്ളത്. സെൻസിറ്റീവ് ആണെന്നുള്ള ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളിപ്പം ജീവിതത്തിൽ ഒരുപാട് പേരെ നമ്മൾ കാണും, ഗേൾസ് ആൻഡ് ബോയ്സ്. പക്ഷെ ചിലരുടെ അടുത്തൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നാം, പക്ഷെ പാർട്ട്ണർ ആക്കണം, ഇനി ഒരു ജീവിതത്തിന് അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര ഒന്നിച്ചാക്കണം എന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ഹാവ് സം ക്വാളിറ്റീസ്. എന്തുകൊണ്ടാണ് നോറ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അബൌട്ട് ജയ്? ലൈക്ക് വൈ യു സോ ഷുവർ അബൌട്ട് ഹിം? ആള് ഭയങ്കര ഹോണസ്റ്റ് ആണ്. ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും കാര്യം എൻ്റെ അടുത്ത് ഹൈഡ് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യം ഇപ്പം എന്തെങ്കിലും ഒരു ഇപ്പം ആരെങ്കിലും പ്രൊഫൈൽ ചെക്ക്ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്ത് കാര്യം, ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും എൻ്റെ അടുത്ത് ഭയങ്കര ക്ലിയർലി, ഭയങ്കര ട്രാൻസ്പാരന്റ് ആണ്. ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോക്ക് ചെയ്ത പെൺകുട്ടികളൊക്കെ സ്റ്റോക്ക് ചെയ്ത എല്ലാവർക്കും പറയും, എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ആണോ? ആക്ച്വലി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ ഒരു 3 years. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സീക്രട്സ് ഒന്നുമില്ല. നോ സീക്രട്സ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ഇന്നെ ഇംപ്രസ് ചെയ്യാൻ ആളും നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, ഏത് കാര്യത്തിൽ ദേഷ്യം പിടിക്കും, ഏത് കാര്യത്തിൽ ഹാപ്പിനെസ് വരും, അങ്ങനത്തെ എല്ലാ പാർട്ടും അറിയാം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ അതിന്നൊരു പാർട്ട്ണർ ആയിട്ട് വരുമ്പം ഇങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ. ഓക്കെ. അപ്പൊ അവിടെ പറഞ്ഞു ഓണസ്റ്റി കൊണ്ടാണ് പാർട്ട്ണർ ആക്കാൻ തീരുമാനിച്ചത്. ജയ് എന്തുകൊണ്ടാണ് നോറയെ ചൂസ് ചെയ്യാൻ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ്. ഞങ്ങളൊരു 3 years നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇവൻ ഫാമിലി കാര്യങ്ങളായിക്കോട്ടെ, വർക്കിന്റെ കാര്യങ്ങളായിക്കോട്ടെ. അപ്പം മെയിൻലി ഞങ്ങൾ ആദ്യം കണ്ടു തുടങ്ങുന്ന സമയത്ത് ഇവളുടെ വർക്ക് റിലേറ്റഡ് സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാറ്. അപ്പം നമ്മൾ ഒരാളെ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു, അതിൽ നിന്നാണ് പിന്നെ ലവ് ആയിട്ട് മാറുന്നത്, റിലേഷൻഷിപ്പിലേക്ക് മാറിയത്. എനിക്ക് ആക്ച്വലി ഇവിടെ ഇരുന്ന് എന്റെ നോറന്റെ മേക്കപ്പ് ഒക്കെ ഇപ്പൊ ഒലിച്ചു പോകും. അതെ അതെ, നമ്മൾ ഇത്ര വിശാലമായ ഒരു റിസോർട്ടിൽ വന്നിരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് വർത്താനം പറഞ്ഞാൽ ശരി, നമുക്കൊരു തണൽ തേടി ഒരിടത്തേക്ക് അപ്പൊ നമ്മള് പൂമ്പാറ്റകളൊക്കെയുള്ള പ്രകൃതി രമണീയമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഇരുന്നിട്ടാകാം ബാക്കി വർത്താനം. അപ്പൊ ഞാൻ ജയനോടല്ല ചോദിച്ചു നിർത്തിയത്. അപ്പം നോറ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പിടിവാശയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഒരു കുഞ്ഞു വഴക്കുണ്ടായാലും നമ്മൾ കണ്ടിട്ടുള്ളത് നോറ പെട്ടെന്ന് കരയുന്നതാ. അങ്ങനെ കരയുമ്പോ ജയ് എന്ത് പറഞ്ഞിട്ട് ആ ഒരു വഴക്കൊന്ന് സോൾവ് ചെയ്യുന്ന കേക്കട്ടെ? കരയുന്ന സമയത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, അതാണ് മെയിൻ സാധനം. ഫുഡ് വാങ്ങിച്ചു. ഷീ ലവ്സ് ടു ഈറ്റ് ചിക്കൻ. ചിക്കൻ്റെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരച്ചിൽ നിർത്തും. മോസ്റ്റ്ലി ഫ്രൈഡ് ചിക്കൻ. ഇതാണ് ഞങ്ങൾ പുറത്തു പോകുന്നത് തന്നെയാണ്. കരയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബിഗ് ബോസിൽ കണ്ട പോലെയുള്ള കരച്ചിലൊന്നും റിയൽ ലൈഫിൽ ഇല്ല. പക്ഷെ ആൾ ഇത്തിരി സ്ട്രോങ് ആണെന്നാട്ടെ എനിക്ക് തോന്നുന്നത്. ഞാൻ സ്ട്രോങ് ആണല്ലോ. ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പൊ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു കൊടുത്താൽ നോറയുടെ കരച്ചിൽ. ഫുഡാണ് മെയിൻ. ഫുഡാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് പറയുന്ന പോലെ അല്ലേ? നോറ ശരിക്കും എന്തിനൊക്കെയാണ് ഇങ്ങനെ ജയിയുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചെണുങ്ങാറുള്ളത്? ഡ്രൈവ് പോകുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റാണ്ടാവുമ്പം ഉള്ള കംപ്ലൈൻസുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും, അപ്പോൾ അത് നടക്കാണ്ട് വരുമ്പം, ഇപ്പം നമ്മളൊരു കാശ്മീർ പോകാൻ വേണ്ടിയിട്ട് കുറേ ആയിട്ട് ഒരു വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതുവരെ പോയില്ലേ നോറ? ഇല്ല. എന്ത് പറ്റി? അല്ല, ആദ്യം പോവാത്തതിന്റെ റീസൺ എനിക്ക് ഞാൻ എല്ലാ കൈൻഡ് ഓഫ് രീതിയിൽ സെൻസിറ്റീവ്. ക്ലൈമറ്റിലാണെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചസും തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം എന്താ പറയാ, ആ ടൈമിൽ എനിക്ക് എന്താ പറയാ തണുപ്പ് കുറച്ച് ആണെങ്കിൽ പോലും പെട്ടെന്ന് ആസ്മ അങ്ങനൊക്കെ വരുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ സ്നോ ഏരിയയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോവണം, എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അതൊന്നും പറ്റിയില്ല.
പിന്നെ ആളാണെങ്കിൽ അത്യാവശ്യം ഡ്രൈവിന് എല്ലാ സ്ഥലത്തും കൊണ്ടാണ്. ഞങ്ങൾ ഈവൻ മുംബൈയിൽ വരെ ഞങ്ങൾ ബൈ റോഡ് പോയിട്ടുണ്ട്. ആണോ? എങ്ങനെ, ബൈക്കാ കാറാ? കാറിന് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ അതുപോലെ തന്നെ ബൈ റോഡിന് എനിക്ക് അവിടെയും പോണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പോവാനൊക്കെ വിചാരിച്ചു. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോയി. പിന്നെ മഞ്ഞളൊപ്പം പോയാലാണല്ലോ ആ ഫോട്ടോ കിട്ടുക. ലൈക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, മഞ്ഞ് വീണ ഒരു ടൈം ഉണ്ട്, ഡിസംബർ ഒരു ടൈം ഉണ്ട്. അപ്പളേ മഞ്ഞ് വീഴുള്ളൂ, പിന്നെ മഞ്ഞ് വീഴൂല. ആ സമയത്ത് തന്നെ അപ്പൊ പോണം. ആ ടൈമിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒന്നെങ്കിലും ആള് ബിസി ആയിരിക്കും. അപ്പൊ പിന്നെ പോവാൻ പറ്റില്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഈ ബിഗ് ബോസിൽ പോവാൻ നേരെ ഇത്രയും നാള് 90 days നിക്കണം, 100 ദിവസം നിക്കണം വെച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പം ആ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇത്രയും നാള് കാണാണ്ടിരിക്കണം. കാരണം ഇവരിവിടെ ഫുൾ റൊമാൻസ് ആണ് കേട്ടോ ഗൈസ്. ഇവര് ഭയങ്കര സ്നേഹമാണ്. നോറയുടെ ചിരിയെ നമുക്ക് കേൾക്കാനുള്ളൂ ജയോടൊപ്പം ഇരിക്കുമ്പോ. അപ്പം ഈ 100 ദിവസം നോറയെ കാണാണ്ടിരിക്കണതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ലേ? ലൈവ് ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടൈം ഫോണിൽ ഒരു ലൈവ് ഇരുന്ന് കാണുന്ന ഒരു സാധനം ആദ്യമായിട്ടാണ്. റീൽസ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ഞാൻ മോസ്റ്റ്ലി എല്ലാ സമയത്തും കാണാറുണ്ട്. ഇവൻ രാത്രി ആണെങ്കിൽ പോലും ഉറങ്ങുന്ന സമയം വരെയുള്ള സാധനങ്ങൾ ഫോണിൽ ഇങ്ങനെ ലൈവിൽ നോക്കാറുണ്ട്. ഇത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. പിന്നെ ഇവളുടെ ആദ്യത്തെ കുറച്ച് വീക്കുകൾ, 2 വീക്ക് എനിക്ക് തോന്നുന്നത് ഇവള് ഭയങ്കര ഇമോഷണലി ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടായിരുന്നു. അപ്പം അതെന്താണെന്ന് അറിയാനുള്ള ഒരു ഇതും കൂടെ ആയിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമല്ലോ, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇവിടെ ലൈവില് കാണാൻ ചെയ്യിക്കും, പക്ഷെ നോറയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ടാണ് ഞാൻ അവിടെ കൂടുതൽ കരഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഞാൻ പുറത്തിറങ്ങിയ ശേഷം എന്റെ ഒരു സാഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആരും കണ്ടില്ല. ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ച് നടക്കാന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവിടെ ഇവ ഇല്ലാത്തതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അവിടെ ചെന്ന് ഞാൻ പറയും ഞാൻ ജയനെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ ക്യാമറയിൽ പറയാൻ, അതൊരു ക്രിഞ്ച് അങ്ങനെ ആ ഒരു രീതിയിലാവും. ഇപ്പൊ എനിക്ക് അവനോടുള്ള ഇഷ്ടം ആ ഒരു രീതിയിൽ പോർട്രേ ആവണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അത് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന അവിടെ ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങി ഞാൻ ആളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ ബാക്ക് ടു മൈ ലൈഫ് എന്താണോ അതിലേക്ക് തന്നെ നിൽക്കും. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. ആ ഒരു കുറച്ച് ടൈമിൽ കുറച്ച് ടഫ് ആയിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഓർത്തിരുന്നു ഒരു തവണ പോലും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്നെ ഒന്ന് പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 2 weeks തൊട്ട് പറഞ്ഞിട്ടുണ്ട്. ഫാമിലിയുടെ ഒരു അത്ര എവിഡന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാർട്ട്ണർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ ബിഗ് ബോസ് കണ്ട സമയത്ത് ഇതാണില്ലേ ആള് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിന്റെ വോയിസ് കൊടുക്കുന്ന ആളുണ്ടല്ലോ, ജയന്റെ അടുത്ത് വന്നിട്ട്, കാരണം ബിഗ് ബോസ് അത്ര കേട്ടിട്ടുണ്ട് എന്റെ വായെന്ന്. പക്ഷെ അവരതായിരിക്കുന്നില്ല പുറത്ത്, അവർക്ക് എന്റെ പേഴ്സണൽ കാര്യമല്ലല്ലോ പുറത്തേക്ക് കൊടുക്കേണ്ടത്. അപ്പം ജയന്റെ അടുത്ത് പിന്നെ വന്നത് എനിക്ക് തോന്നുന്നത് 50th എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ഗിഫ്റ്റ് അയക്കും നമ്മള്. അപ്പം ഗിഫ്റ്റ് അയക്കുന്ന സമയത്ത് ഞങ്ങളെടുത്തൊരു ഫോട്ടോ ആണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് നമുക്ക്. ഇവളോട് ചോദിക്കൂ, ഇവള് പറഞ്ഞുതരും. ഓക്കെ, അത് എങ്ങനെയാ വെച്ചാല് ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്, ഞാൻ ടീനേജർ ആയിരുന്നു ആ സമയത്ത്. എത്രാം ക്ലാസ്സിലായിരുന്നു? 12th കഴിഞ്ഞ സമയത്ത്, ഡിഗ്രി ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു ടൈമിലാണ്, ടീനേജർ ആണ്. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ നടന്നു വരാണ്. അന്ന് എനിക്ക് ഇത്ര ഹൈറ്റ് ഇല്ല. ഓക്കെ, അപ്പം ഇവരെ കാറിന്റെ ആ ഒരു ഗ്ലാസ് കാണൂലേ, അതിന്റെ ആ ഒരു ഹൈറ്റ് ലെവലിലാണ്. അപ്പം ഒരു റോഡുണ്ട്, ആ റോഡില് ജെ കാർ ഇങ്ങനെ പാസ് ചെയ്യുമ്പോ ടേണിംഗ് ആകുമ്പം സ്ലോ ഡൗൺ ആവല്ലോ. അപ്പം ജയനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഓക്കെ, അല്ലല്ല അന്നും ഉണ്ടായിരുന്നു, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, തെറ്റിദ്ധരിപ്പിക്കരുത്. നല്ല ഭംഗി, അതായത് ഇപ്പൊ ചിലർ വിചാരിക്കല്ലോ ഭംഗി കണ്ടിട്ടാണോ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ. കാരണം അന്ന് ഞാൻ നോക്കിയത് ഇതേതാ ചെക്കൻ, അപ്പൊ ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തതാ, മിററിലൂടെ നോക്കിയതാണ്. അപ്പൊ ആളും ഇങ്ങനെ അങ്ങോട്ടും ആ മിററെ കൂടെ അങ്ങോട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടിയാണല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷെ ടേണിംഗിൽ അങ്ങനെ സ്ലോ ഡൗൺ ആക്കി പോയിട്ട് കാർ അവിടെ നിർത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇറങ്ങി വന്ന് എന്റെ അടുത്ത് സംസാരിക്കുമായിരിക്കും, പക്ഷെ നിർത്തിയില്ല. പിന്നെയും ആള് മുന്നോട്ട് പോയി അവിടെ സ്ലോ ആക്കി പിന്നെയും മിറർ കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നടന്ന് മുന്നിൽ പോവാണ്. അപ്പോഴും ഞങ്ങൾ ജസ്റ്റ് മിറർ കൂടെ കുറെ 2-3 വട്ടം സ്റ്റെയർ ചെയ്യാ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയാ, അത് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷനിലേക്ക് പോവാ. ജംഗ്ഷന്റെ നിയറസ്റ്റ് ഒരു മാള് ഉണ്ടായിരുന്നു. ആ മാള് വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും. അപ്പോഴും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് സ്റ്റെയർ ചെയ്ത് പോയി. പിന്നെ എനിക്ക് എന്താ പറയുക, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. ലൈക്ക് ആ കണ്ടത് നമ്മളായിരുന്നു എന്നുള്ള എന്റെ വേർഷൻ പറയാം. എനിക്ക് ഞാനിങ്ങനെ ആ റോഡിൽ കയറുന്ന സമയത്ത് എനിക്ക് കോൾ വന്നപ്പോൾ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. 2 ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പം ഞാൻ നോക്കി നല്ല ഭംഗിയുള്ള ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട്.
പിന്നെ കുറച്ച് ഫ്രണ്ടിൽ ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് ഇവർ പോകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെയും രണ്ടാമതും കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മാളിലേക്ക് ഞാൻ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാളിലേക്ക് കയറി. ഇവള് ബാക്കിൽ വന്നു. അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം ഇവളുടെ കുറച്ച് വീഡിയോസ്, ഇവൾ അന്ന് ടിക്ടോക്കില് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. സജീവമായിരുന്നു. അല്ല ജയനെ കാണാൻ വേണ്ടിട്ടാണോ മാള് വരെ നടന്നു Yes. അതെ അതെ. ഓഹോ ആ വണ്ടി കയറിയല്ലോ മാളിലേക്ക്. അപ്പം ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയില്ലേ. മനസ്സിലായി. അപ്പം ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഞാൻ ഇവളെ കണ്ടിട്ടുണ്ട്. ഇവളുടെ ഡാൻസ് കണ്ടിട്ടുണ്ട്. ഇവളുടെ ഒരു അനിയത്തി ഉണ്ട്, കുഞ്ഞനിയത്തി. അപ്പം ആ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇത് ഇവള് തന്നെ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കാർ കയറി തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഫോണിൽ ഇങ്ങനെ റാൻഡംലി ചെക്ക് ചെയ്തതാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് ചെക്ക് ചെയ്തത്. അപ്പം ആ ആളാണോ ഈ ആളെന്നുള്ളത് ഞാൻ ഐ ടെക്സ്റ്റഡ് ഹെർ. ലൈക്ക് ഇപ്പം ആള് കണ്ടത് ഇയാളെ തന്നെ ആണോ എന്ന് ചോദിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ആദ്യമായിട്ട് ലൈക്ക് പിന്നെ ഞങ്ങളൊരു പിന്നെ മീറ്റ് ചെയ്യുന്നത് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു കോഫി ഡേറ്റ് പോലെ ഞങ്ങള് നോറയ്ക്ക് മെസ്സേജ് വന്നപ്പോ നോറ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അങ്ങനെയൊന്നു ഞാൻ എന്താ അറിയോ, കാരണം എന്താ വെച്ചാല് ആൾ ഈ കാറിലേക്ക് പോകുന്ന ലൈക്ക് കാർ എടുത്ത് പോയപ്പം ഞാൻ അതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ആൾ എന്റെ അടുത്ത് വന്ന് സംസാരിക്കും. ഇപ്പൊ സംസാരിച്ചില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഒരു ജംഗ്ഷനും ആള് ജംഗ്ഷൻ ആയതുകൊണ്ട് വേറെ റൂട്ടിലേക്ക് പോവാ. ഇൻ കേസ് ആ മാളിൽ കയറാൻ ഞാൻ അത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ മാളിൽ കയറിയിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തെന്താ അറിയോ, താഴെ പോയി കാർ പാർക്കിങ്ങിൽ ഓരോ വൈറ്റ് കാറും ഞാൻ ചെന്ന് തപ്പിയിട്ടുണ്ട്. ഞാൻ നല്ല എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുകളിൽ ചെന്ന് അവിടെ പാർക്കിങ്ങിൽ അവിടെയും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഓരോ ഫ്ലോറ് തപ്പി നിരാശപ്പെട്ട് നിന്ന സമയത്താണ് ലാസ്റ്റ് 3rd ഫ്ലോറിൽ ടോപ്പില് കണ്ട സമയത്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ നടന്നു പോയിരുന്നു. അപ്പോഴേക്കും എന്റെ ഫ്രണ്ട്സ് എന്തോ എന്നെ വിളിച്ചപ്പോ ഞങ്ങൾ തിരിഞ്ഞ് 2 മിനിറ്റ്സ് എന്തോ സംസാരിച്ചുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആൾ അവിടെ ഇല്ല. പിന്നെ എനിക്ക് അപ്പൊ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് വീട്ടിൽ പോയത്. നേരിട്ട് മാളിൽ പോയി സംസാരിക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ അന്ന് ഇതിനേക്കാളും ഇൻട്രോവേർട്ട് ആണ്. പക്ഷെ അന്ന് ഇൻസ്റ്റയിൽ ടെക്സ്റ്റ് ചെയ്ത ശേഷം ഞങ്ങൾ എല്ലാതും ഒന്ന് പുറത്തിറങ്ങിയ സമയത്ത് എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്താ എങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കിയപ്പം അന്ന് അങ്ങനെയല്ല. ഞാൻ ചോദിച്ചു സിംഗിൾ ആണോ, അതൊരു പ്രപ്പോസൽ അങ്ങനൊന്നുമില്ല. ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ ബിഗ് ബോസ് പ്രപ്പോസ് ചെയ്താണ്. ഒഫീഷ്യലി പ്രപ്പോസിങ് അത് ഒഫീഷ്യൽ പ്രപ്പോസൽ. എല്ലാത്തും ഞാൻ ചോദിച്ചു സിംഗിൾ ആണോ എന്താണ്. പരിചയപ്പെട്ട് എത്ര ദിവസം കഴിഞ്ഞ സിംഗിൾ ആണോ ചോദിച്ചേ? അന്ന് തന്നെ ചോദിച്ചു തോന്നുന്നു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു അന്ന് കാണാൻ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം അല്ലേ. ഇത് പിന്നീട് ഈ ജയ് ശരിക്കുള്ള ജയുടെ പേര് ഞങ്ങൾ ആക്ച്വലി നോറ ജയ് എന്ന് വിളിച്ചാൽ കേട്ടിട്ടുള്ളൂ. ജാബി എന്നാണ്. ജെബി എന്ന് ഇവിടെ വിളിക്കും, ഫ്രണ്ട്സ് ഒക്കെ ജെബി എന്ന് വിളിക്കും. ഇതിപ്പം കുറച്ചായിട്ട് ജെ എന്ന് വിളിക്കുന്നു. ജെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താ തിരിച്ചു വിളിക്കുന്നത്? നോറ. ഓക്കെ, ഇവരുടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗെയിം റൗണ്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിയിട്ട് പോകാൻ പോകുന്നത്. റെഡി? ഓക്കെ, അപ്പൊ നമ്മുടെ മോസ്റ്റ് റൊമാൻറ്റിക് കപ്പിൾ ആയിട്ടുള്ള നോറയുടെ ജയനെയും നമ്മളൊരു മനപ്പൊരുത്തം റൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗൈസ് കോപ്പി അടിക്കാൻ പറ്റില്ല, ആദ്യമേ പറഞ്ഞേക്കാം. നോറ ഫുൾ കളകളി കളിക്കാനായിട്ട് ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഒന്നും നടക്കില്ല. അപ്പൊ നിങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ഞാൻ ചോദിക്കാം. ഉത്തരം എഴുതുക. കുറവ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടിപ്പോ ഒരു കോഫി ഡേറ്റിന് പോയി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അന്ന് നോറ ഇട്ടിരുന്ന ഡ്രസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. എന്നാ അത് എഴുതാ. കളർ മാത്രം എഴുതിയാൽ മതിയോ? കളർ ഉണ്ടെങ്കിൽ ഡ്രസ് ഓർമ്മ ഉണ്ടാവില്ല എന്തായിരുന്നു. പാന്റ് ആണോ, ചുരിദാർ ആണോ, സ്കേർട്ട് ആണോ? അങ്ങനെ മതി അല്ലേ? അപ്പൊ കളർ ഓർമ്മ ഉണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്ത് എഴുതിക്കോ, രസം ഉണ്ടാവും. ജയ് അവിടെ ഇരുന്ന് എസ് എഴുതുന്നുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണ്? ഇതിന്റെ ഉത്തരം അവർ പറഞ്ഞു. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചോദിക്കണം, എഴുതിക്കോളൂ. ഫസ്റ്റ് ടൈം കണ്ടത്. ഡൺ. ഇനി നോറയ്ക്ക് കൊടുത്തിട്ടുള്ള നോറ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്താണ് ജയ് കൊടുത്തതിൽ വെച്ച്? ഓക്കെ, നോറ പെട്ടെന്ന് എഴുതി കഴിഞ്ഞു. പക്ഷെ കൊറേ എഴുതുന്നുണ്ട്. ഞാനത് ആലോചിക്കുന്നത്. ഓക്കെ, ഇനി ഒന്നുമില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് നോറയുടെ ഫേവറേറ്റ് സോങ്. സീസണലി മാറും അത്. ഇപ്പോൾ കറന്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ഫേവറേറ്റ് സോങ് എഴുതാൻ മതി. അത് മതിയോ? രണ്ടാളുടെ ഫേവറേറ്റ് സോങ്. മറ്റേ സോങ് എഴുതണേ. എനിക്ക് മനസ്സിലായി. മറന്നുപോയല്ലോ അത്. മറ്റേ സോങ്ങിന് പുറകിലുള്ള കഥയിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇനി
ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് ഒരു യാത്ര പോയില്ലേ, ഫസ്റ്റ് നിങ്ങൾ ഒന്നിച്ച് ട്രാവൽ ചെയ്ത സ്ഥലം? സ്ലോ ഡൗൺ, ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് മറ്റേ ഫസ്റ്റ് ബെഞ്ചർ പോലെ അല്ലേ, കുറെ എഴുതുന്നുണ്ട്. ഞാൻ മിക്കവാറും എക്സ്ട്രാ ഷീറ്റ് കൊടുക്കേണ്ടി വരും ജയിക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യമായി ട്രാവൽ ചെയ്ത സ്ഥലമാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് ട്രാവൽ ചെയ്ത സ്ഥലം അതൊരു ഇതാണ്, കൺഫ്യൂഷൻ ആയിരിക്കും. നോറേനെ ജയ് കൊഞ്ചിച്ച് വിളിക്കുന്ന പേര്, ജയ്നെ നോറ കൊഞ്ചിച്ച് വിളിക്കുന്ന പേര്. ജയ് എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാണ്ട് നിങ്ങൾ കൊഞ്ചിച്ച് വിളിക്കുന്ന പേര്. സോ മച്ച്. ഓക്കെ, ഇതിപ്പോ എങ്ങനെ എഴുതും? ഓക്കെ, ഞാൻ ആളെ വിളിക്കുന്നല്ലേ? ആ, രണ്ടും എഴുതണം, രണ്ടുപേരും. അപ്പോഴല്ലേ എനിക്ക് മാച്ച് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, നോറ കുക്ക് ചെയ്യുന്നതില് ജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇതിന്റെ ഫുഡ് ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല. തന്നിട്ടില്ല എനിക്ക്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല? ഇല്ല. അത് ശരി. വീട്ടിൽ ഞാൻ കൊണ്ടുകൊടുത്തിട്ടുണ്ട് ഫുഡ്. ആണോ? എന്നാ അതെന്തായിരുന്നു എന്ന് എഴുതിയേ. ആദ്യം കൊണ്ടുവന്ന സാധനം എഴുതണേ. കൺഫ്യൂഷൻ ആക്കല്ലേ. ഡേറ്റ് പറയണോ? ഡേറ്റ് വരെ ഓർമ്മയുണ്ടോ? എന്റെ എനിക്ക് ഓർമ്മയുണ്ട്. ജയ് ആ ഡേറ്റും കൂടെ എഴുതിക്കോ. നോറയ്ക്ക് ഓർമ്മയുണ്ടോ ഡേറ്റ്? എന്റെ ഓർമ്മയുള്ള അതാ എന്റെ ഉള്ള. ഇനി ദേഷ്യം വരുമ്പോ നോറ ജയിനെ എന്താ വിളിക്കുന്നേ? ദേഷ്യം വരുമ്പോഴോ? ആ, ഭയങ്കര ദേഷ്യം വരുമ്പോ. അങ്ങനൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നും വിളിക്കില്ല ദേഷ്യം വരുമ്പോ? ഐ മീൻ ചീത്ത വിളിക്കുന്ന? ഇല്ല അങ്ങനെയില്ല. ഒത്തിരി ചീത്ത വിളിച്ചിട്ടേ ഇല്ല. ചീത്ത അങ്ങനെയല്ല, അങ്ങനെ ഐ ഡോണ്ട്. പേരെ വിളിക്കാം. അത് എന്താ ജയങ്ങനെ ചെയ്യണ വയ്ക്കും, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ചീത്ത ഒന്നും വിളിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ജെ. അയ്യോളാ സ്വീറ്റ്. നിങ്ങളുടെ ഫസ്റ്റ് മീറ്റില് ജയ് ഇട്ടിരുന്ന ഡ്രസ്? ഓക്കെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി, ഒരു വീട്ടിൽ എഴുതുന്നത് ഇവള്. ഞാനൊന്ന് ഫേസാ നോക്കിയ. വേറെ ഒന്നും നോക്കില്ലായിരുന്നു. എന്താ അല്ല, എന്നാലും അറിയാം. ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല അവസ്ഥയായി പോയി. അല്ല, പിന്നെ ഞങ്ങള് ഈ ഞാൻ പറയല്ലേ, പിന്നെ ഞങ്ങൾ കണ്ട ശേഷം ഞാൻ അട്രാക്ട് ചെയ്തത് ആളെന്താണല്ലോ, ആളെ ബിഹേവിയർ, വാട്ട് ഇസ് ജെ, അതാണ് ഞങ്ങള് റിലേഷനിലാവാനുള്ള കാരണം. ലുക്ക് വൈസ് ആണെങ്കിൽ അന്നേ ഞങ്ങൾ റിലേഷൻ ആവണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ചോദ്യം കഴിഞ്ഞ് നമുക്ക് ഇനി ഉത്തരങ്ങൾ പരിശോധിക്കാൻ കഴിയും. യെസ്, ഇത് 9 ക്വസ്റ്റ്യൻ ആയുള്ളൂ. ഒന്ന് അതിന്റെ ഇടയിൽ ഒഴിവാക്കിയില്ലേ? ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ, നോറ ആദ്യത്തെ ഡേറ്റിന് ഇട്ട ഡ്രസ്, നോറ വായിച്ച ഉത്തരം? അത് ഒരു പിങ്ക് പീച്ച് റോസിന്റെ ഒരു ഷെയ്ഡ് ആണത്. ഓക്കെ, ജയ് ഒന്ന് വായിക്കൂ. കളർ ബ്ലൈൻഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പം. ഓറഞ്ച്, അതന്നെ അതിന്റെ ഒരു ഷെയ്ഡ് ആണ്. ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്പ് ഉള്ള ഒരു ടോപ്പാണ് ഞാൻ. ആള് പറഞ്ഞതും ആളുടെ ഇതില് ശരിയാവാം, കാരണം ആ ഒരു പീച്ച് ഷെയ്ഡ്, അപ്പൊ ചിലപ്പോ ആൾക്ക് അത് ഓറഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. കണ്ണട വെക്കാറ്. അല്ല, ആ ഒരു ഷെയ്ഡ് ആണ്. അല്ലെങ്കിൽ അത് കണ്ട പിങ്ക് ആന്ന് പറയില്ല, പീച്ചാന്ന് പറയില്ല, റോസ് ആന്ന് പറയില്ല, അങ്ങനെ ഒരു കളറാണത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒരു ടിക്കറ്റ് ഇട്ടോളൂ ഗൈസ്, ഒരു മാർക്ക്. നന്ദി. ഇനി അടുത്തത്, നിങ്ങള് ആദ്യം മീറ്റ് ചെയ്ത സ്ഥലം? ഞാൻ റോഡ് എഴുതിയത്. ജയന്ത് എഴുതിയത്? കാലിക്കറ്റ് ഫോക്കസ് മോൾ, നിയർ ഫോക്കസ് മോൾ റോഡ് തന്നെ. നിയർ ഫോക്കസ് മോൾ റോഡ്, അതിന് ഒരു മാർക്ക് നമ്മൾ കൊടുക്കണം. പക്ഷെ ഇവര് ഓൾറെഡി കഥ പറഞ്ഞു. കൊടുക്കണം, കാരണം കഥയിൽ ഞങ്ങൾ റോഡിലാണല്ലോ കണ്ടത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് ഏരിയ കൂടെ എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു. ഇനി ജയ് കൊടുത്തതില് നോറയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താ? നെക്ലേസ്. മാറിപ്പോയി. സ്പ്രേ ബോട്ടിൽ. ഈ കൊറേ സ്പ്രേ വാങ്ങി തരലുണ്ട്, അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, ഒരു ബോട്ടിൽ ഞാനിപ്പം റീസെന്റ് അവളുടെ കുറെ മുമ്പ് വാങ്ങിച്ചതാ. എനിക്ക് തോന്നുന്നു ഒരു 4 years ഒക്കെ മുമ്പ് വാങ്ങിച്ചൊരു ബോട്ടിലിന്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇപ്പോഴും അവളെ കയ്യിൽ. പക്ഷെ അന്ന് ഞങ്ങൾ റിലേഷൻ ഒന്നുമല്ല, പക്ഷെ എന്നാലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എന്റെ ക്രഷ് ആണല്ലോ. ഇങ്ങോട്ട് ക്രഷ് ഉണ്ടായിരുന്നില്ല? അപ്പൊ ക്രഷ് അല്ല, നമ്മള് ആദ്യം കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു അവള്. ഇപ്പൊ അട്രാക്റ്റീവ് അല്ലേ ജയ്? കുടുംബങ്ങൾക്കൊന്നും ക്വസ്റ്റ്യൻസ്. നെക്ലേസ് അല്ല, സ്പ്രേ ബോട്ടിലാണ്. ഫേവറേറ്റ് ചെയ്തതല്ലേ ചോദിച്ചത്? ഫസ്റ്റ് കൊടുത്ത ഗിഫ്റ്റാ ചോദിച്ചത്. അല്ല, മോസ്റ്റ് ഫേവറേറ്റ് ആണ് ചോദിച്ചത്. ഞാൻ ഫസ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് എന്നാണ് ഞാൻ കേട്ടത്. ഫസ്റ്റ് അല്ല, മോസ്റ്റ് ചോദിച്ചത്. ഓൾറൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് നോറയുടെ ഫേവറേറ്റ് പാട്ട്, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ആക്കി നമ്മൾ പിന്നീട് അത്. സോ നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഏത്? മറ്റേ പാട്ട് എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടെ പറയുന്നത്. ജൂപ്പിറ്റർ മഴ. ജൂപ്പിറ്റർ. അടുത്തത് അങ്ങനെ അതെനിക്കറിയില്ല, ജൂപ്പിറ്റർ ആണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് ട്രാവൽ ചെയ്ത ഒരു ഡെസ്റ്റിനേഷൻ? ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷൻ അല്ല
ലൈക് അങ്ങനെ പോയി. ഞങ്ങള് കാർ ഡ്രൈവാ പോയത്. കാർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ടൗണിനുള്ളിലാണ്. Okay. ഞാൻ കാലിക്കറ്റ് എന്നായി. ഞാൻ കാർ ഡ്രൈവ് എന്നാണ് എഴുതിയത്. അതല്ലാതെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് ആദ്യത്തേതല്ലാതെ ഒരുപാട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഊട്ടിയാണ്. ബട്ട് അത് ഫസ്റ്റ് ഡ്രൈവ് അല്ല, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഡ്രൈവ് എങ്ങോട്ടേക്കായിരുന്നു എന്നുള്ള സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് ആ ഉത്തരവില്ല കേട്ടോ. ഇല്ല. സാരമില്ല. ഇനി അടുത്തത് കൊഞ്ചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പേര്. ഞാൻ ആളെ വിളിക്കുന്നത് കുട്ടാന്ന് വിളിക്കും. ഇന്നെങ്ങോട്ട് വിളിക്കുന്നത് നോറൂന്ന്. നോറു. ആ അവിടെ നോറു. നോറു. പിന്നെ നോറു. അത് ഇങ്ങോട്ടുള്ള പേര് അത് എഴുതണം. സോറി, ഇനി എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. കൊറേ പേര് വിളിക്കാറുണ്ട് പറയില്ല. അതുപോലെ വേറൊരു പേരെന്താണ് കുട്ട അല്ലാണ്ട്? ഞാൻ അങ്ങോട്ടല്ലേ കുട്ട വിളിക്കുന്നത്. വിളിക്കണേല്ലേ കുട്ടാന്നല്ലാണ്ട് ജയനെ വിളിക്കണ പേര്? വാവേന്ന് വിളിക്കും, കുട്ടാന്ന് വിളിക്കും. ഇത് ഭയങ്കര ക്രിഞ്ച് ആവോ? ഇനി അടുത്തത് കുക്ക് ചെയ്ത് കൊണ്ടു തന്ന ഫുഡ്. ജയ എന്തോ ഞാൻ കൊടുത്തതല്ലേ, ചോറും കറിയും. ഞാനത് എഴുതി. ചോറ്, കൈപ്പങ്ങ. ഉമ്മ ഉണ്ടാക്കി തന്ന കൈപ്പങ്ങ അവിടെ നിന്ന് കൊണ്ടുവന്നേ. അപ്പൊ കൈപ്പങ്ങ, ഫിഷിന്റെ അതൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് പോയിന്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ നോറുക്കോ? നോറിന് പോയിന്റ് ഉണ്ടല്ലോ. നോറിന് പോയിന്റ് ഉണ്ട്. നന്ദി നന്ദി നന്ദി. അപ്പൊ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ, ജയനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ ജയ ഇട്ടിരുന്ന ഡ്രസ്? വൈറ്റ് ഷർട്ട്. വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും. പാൻസ് ഞാൻ എഴുതിയില്ല, ഞാൻ വൈറ്റ് ഷർട്ട് ഞാൻ ജെന്യൂൻ ആയിട്ട് താഴേക്കൊരു ബ്ലാക്ക് പാന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എത്രയുണ്ട് ടോട്ടല്? ജയ ഒന്ന് മാത്രമേ തെറ്റുള്ളൂ. 8. എനിക്ക് 8. 1 2 3 4 5 1 2 3 4 5 6. നെക്ലേസ് നമ്മൾ പറഞ്ഞില്ല. മറ്റേ കാർ ഡ്രൈവിന്റെ കാര്യം എന്താ ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യൻ അത് പോയിന്റ് കിട്ടിയതാ. രണ്ട് പോയിന്റ് ഇല്ലേ? അപ്പൊ 9 ക്വസ്റ്റ്യൻസിൽ എനിക്ക് എന്താ അറിയോ, ഞങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ കാര്യം കാലിക്കറ്റ് പറഞ്ഞ ഞങ്ങൾ ഡ്രൈവ് പോയിട്ടില്ല. ക്വസ്റ്റ്യൻ ഞങ്ങൾ ഫസ്റ്റ് പോയ ഡെസ്റ്റിനേഷൻ ആണ്. അതായത് ഫസ്റ്റ് ഡ്രൈവ് പോയപ്പോൾ ഡെസ്റ്റിനേഷൻ, അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ല. പക്ഷെ ഊട്ടിയാണ് നോറ പറഞ്ഞു. അത് എത്രയോ കഴിഞ്ഞ ലോങ് ഡ്രൈവ് പോയത്. ഞങ്ങൾ ആദ്യം കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ്, പിന്നെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ടൗണിന്റെ ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ കറങ്ങുന്നത്. ബീച്ചിന്റെ അവിടെയൊക്കെ പോകാന്നല്ല, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എഴുതിയത് അങ്ങനെ കാർ ഡ്രൈവ് എന്നാണ്. അതും കാലിക്കറ്റ് എഴുതിയത് അല്ലേ ജെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു 7.5 മാർക്ക് കൊടുക്കാം. 7 മാർക്ക് തരാം. 7 മാർക്ക് തരാം. ഓക്കെ ഗൈസ്, ഇതേ ഉള്ളൂ സമ്മാനം. സമ്മാനം എന്താ അറിയോ? പാട്ടാണ് പാടുന്നത് നോറ, ജൂപ്പിറ്റർ മഴ. അടുത്തതായി നോറ അവതരിപ്പിക്കുന്ന ജൂപ്പിറ്റർ മഴയാണ് ഗൈസ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എനിക്ക് ആ പാട്ട് പാടാൻ അറിയില്ല, ബിക്കോസ് അത് നല്ലൊരു സോങ്. ചിലപ്പോ ഇത് ഞാൻ പാടി ഞങ്ങളുടെ ആ ഒരു ഫ്ലോ പോയി പോവില്ലായിരിക്കും, ഞങ്ങൾക്ക് പിന്നെ കേൾക്കാൻ തോന്നുന്നുണ്ടാവില്ല. പിന്നെ ഇതിന്റെ സൗണ്ട് ഞാൻ പിന്നെയും പാടലൊക്കെ ഹിന്ദി സോങ്സോ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ. ജയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പാട്ട്. ജയ്ക്ക് ഇംഗ്ലീഷ് പാട്ട് പാടിക്കും. അപ്പൊ ഇനി അടുത്തതായിട്ട് ജയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നോറ പാടുന്ന ഒരു പാട്ടാണ്. നോറ, കം ഓൺ. Okay. Okay. I'm in love with the shape of you. Push and pull like a magnet too. Now my heart is falling too. I'm in love with your body. Last night you're in my room. Now my bedsheets smell like you. Every day is covering something brand new. I'm in love with your body. Oh why, oh why, oh why, oh why. I'm in love with your body. Oh why, oh why, oh why, oh why. I'm in love with your body. Oh why, oh why, oh why, oh why. I'm in love with your body. Every day is covering something brand new. I'm in love with the shape of you. ഇത് അവിടെ ബിഗ് ബോസിനുള്ളിലും പാടിയിട്ടുണ്ട് അവള്. ഇത് ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടി തരാം. വേറെ ഒരു ഹിന്ദി പാട്ടും കൂടെ പാടാറുണ്ട്. എന്താണ് അതും കൂടെ. सारे दिन मेरे अब मैंने तोड़ दी, देखकर मुझे पता आवारगी बन गई, हाँ हंसी बन गई, हाँ नमी बन गई, तुम मेरे आसमां मेरे जमीन बन गई. ഓക്കേ,
ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇതിലേക്കൊന്നും ഇൻവോൾവ് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഫുൾ ടൈം എനിക്കിങ്ങനെ ബാക്കോട്ടേക്ക് അതെനിക്ക് ഇഷ്ടം. ലൈക്ക് ഹൗസ് വൈഫ് അങ്ങനെ. എനിക്ക് ഒരിക്കൽ പോലും ഒരു ഫേക്ക് പ്രോമിസസ് തന്നിട്ടില്ല. ലൈക്ക് അത് ഇത് അങ്ങനെ ഇത് അങ്ങനൊന്നുമില്ല. അപ്പം ആൾ ഞാൻ പറയില്ല ഭയങ്കര ഹോണസ്റ്റ് ആയി നിൽക്കുന്നത്. പറ്റില്ല നോ, ഇത് നോ ആണെങ്കിൽ നോ ആണ്. അത് മാസ്ക് വെക്കുന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം അതിലെന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിട്ടിട്ട് പോകുന്നൊക്കെ ഉള്ള ഒരു അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കരയുന്ന നോറ കണ്ടപ്പോ ആശ്വസിപ്പിക്കാനായിട്ട് അടുത്തില്ലല്ലോ. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ജെന്യുവൻലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സർവൈവ് ചെയ്യാൻ. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണാറുണ്ട്. എനിക്കൊരു 45 കിലോമീറ്റേഴ്സ് ഉണ്ട്. 45 kilometers Daily you travel. travel every day just to meet her. 3-4 years കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇന്നെ കാണാൻ. അപ്പൊ എന്താ ഗൈസ് നിങ്ങൾ കല്യാണം എത്ര വൈകിപ്പിക്കുന്നത്? ഈ പെട്രോൾ ലാഭിച്ചൂടെ നിങ്ങൾക്ക്? കുഴപ്പമില്ല, ഞങ്ങൾ പെട്രോൾ അടിച്ചോളാം. He can handle it. അല്ല, നോറയുടെ ഉള്ളിൽ എന്തോ ഉത്തരം വേറെ എന്തോ ഒരു അല്ലല്ല, അത് പറഞ്ഞോ. നമ്മൾ ഓൾറെഡി നല്ല കപ്പിളാണ്. ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല, പറഞ്ഞു. ഹായ് ജെ. ഹായ്. ഇങ്ങനെയാണോ? എന്താണ് ഇത്? ഞാനല്ല ഈ കളിക്ക്. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder.